ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കുള്ള ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഒന്ന്, ജനറൽ ഡ്യൂട്ടി 21-നും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC, ST, OBC വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷനും ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. +2-ൽ മാത്സ്, ഫിസിക്സ് സബ്ജക്ട് പഠിച്ചവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2, ടെക്നിക്കൽ 21-നും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC, ST, OBC വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷൻ ലഭിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെറ്റൽ എനർജി അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസീസ്: ജനറൽ ഡ്യൂട്ടിയിൽ SC 13 ഒഴിവുകൾ, ST 15, OBC 38, EWS 4, ജനറൽ 40. ആകെ 110 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലിൽ SC 4, ST 2, OBC 9, ജനറൽ 15. ആകെ 30 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്: സ്റ്റേജ് 1 കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇതിൽ ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ സയൻസ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേജ് 1-ൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസിന് സ്റ്റേജ് 2-ലെ പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് നടത്തുന്ന എക്സാം ഉണ്ടായിരിക്കും. അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് കൊഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റും പിക്ചർ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഫൈനൽ സെലക്ഷൻ ബോർഡ് നടത്തുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റും ഗ്രൂപ്പ് ടാസ്കും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ നേവൽ അക്കാഡമി ആഴിമലയിൽ വെച്ച് ട്രെയിനിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൾ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് .cdac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഡിസംബർ 24 ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 300 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയി നൽകേണ്ടതാണ്. എന്നാൽ SC, ST കാൻഡിഡേറ്റ്സിന് അപേക്ഷ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 56,100 രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. കൂടാതെ മറ്റ് അലവൻസും ലഭിക്കുന്നതാണ്. കൂടുതലായുള്ള വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്